എന്താണ് ഐറൺ ഡോം? എങ്ങനെയാണ് ഐറൺ ഡോം പ്രവർത്തിക്കുന്നത്? ശത്രു രാജ്യങ്ങളിൽ നിന്നും കുതിച്ചുവരുന്ന മിസൈലുകളെ ലക്ഷ്യസ്ഥാനം എത്തുന്നതിനു മുൻപ് ആകാശത്തിൽ വെച്ച് നിശ്ചിത ദൂരത്തിൽ നിന്നും തകർക്കുന്ന സംവിധാനമാണ് ഐറൺ ഡോം. എങ്ങനെയാണ് ഐറൺ ഡോം പ്രവർത്തിക്കുന്നത്? മൂന്ന് ഘടകങ്ങൾ ഒത്തുചേർന്ന് സ്വയം പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഐറൺ ഡോമിൽ ഉള്ളത്. ഒന്നാമത്തെ സിസ്റ്റമാണ് റഡാർ. ഫോക്കസ് ചെയ്തു വെച്ച ഭാഗങ്ങൾ നിരന്തരമായി വീക്ഷിക്കുകയും ആ ഭാഗങ്ങളിൽ എന്തെങ്കിലും ഒരു റേഡിയോ സിഗ്നൽ ചലനം ഉണ്ടായാൽ അതിനെ നിരീക്ഷിച്ച് ഡിറ്റക്റ്റ് ചെയ്യുന്ന ജോലിയാണ് റഡാറിൻ്റേത്. അതായത് തൻ്റെ പരിധിയിലേക്കോ വലയത്തിലേക്കോ ഏതെങ്കിലും ഒരു റോക്കറ്റോ മിസൈലോ വരുന്നുണ്ടോ എന്ന് വീക്ഷിക്കുകയും അതിനെ ഡിറ്റക്റ്റ് ചെയ്യലുമാണ് റഡാറിൻ്റെ ജോലി. റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്ങിൻ്റെ ഷോർട്ട് ഫോമാണ് റഡാർ. രണ്ടാമത്തെ ഘടകമാണ് കമ്പ്യൂട്ടർ സിസ്റ്റം. തൻ്റെ പരിധി ആക്രമിക്കാൻ കുതിച്ചു വരുന്ന മിസൈലിൻ്റെയോ റോക്കറ്റിൻ്റെയോ കൃത്യദൂരവും ദിശയും കണ്ടെത്തലാണ് ഈ മിസൈലിൻ്റെ പ്രധാന ജോലി. അതായത് ആ മിസൈലിൻ്റെ വേഗത, ആക്രമിക്കാൻ വരുന്ന ലക്ഷ്യസ്ഥാനം എവിടെയായിരിക്കും, മിസൈലിൻ്റെ പ്രസരണ ശേഷി എത്രയാണ് മുതലായ കാര്യങ്ങൾ മിന്നൽ വേഗത്തിൽ കമ്പ്യൂട്ടറുകൾ പഠിച്ചെടുക്കുകയും കണക്കുകൾ കൂട്ടി വെക്കലുമാണ് രണ്ടാമത്തെ സംവിധാനമായ കമ്പ്യൂട്ടർ സിസ്റ്റമിൻ്റേത്. മൂന്നാമത്തെ ഘടകമാണ് ലോഞ്ചർ. കമ്പ്യൂട്ടറിൻ്റെ ഈ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ മറുഭാഗത്തിൽ നിന്നും മറ്റൊരു മിസൈൽ ലോഞ്ചിങ് ചെയ്ത് ആക്രമിക്കാൻ കുതിച്ചു വരുന്ന ആദ്യത്തെ മിസൈലിനെ അഥവാ റോക്കറ്റിനെ ആകാശത്ത് വച്ച് തന്നെ തകർത്തിടുന്ന ജോലി നിർവഹണ ദൗത്യം ഏറ്റെടുത്ത ഘടകമാണ് ലോഞ്ചർ. ഈ മൂന്ന് ഘടകങ്ങൾക്കും വഹിച്ച ജോലികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സ്വയം പ്രവർത്തിച്ച് ശത്രുഭാഗത്തിൽ നിന്നും കുതിച്ചു വരുന്ന മിസൈലുകൾ ആകാശത്തിൽ വച്ച് തന്നെ നശിപ്പിക്കുന്ന ഈ സാങ്കേതിക വിദ്യയാണ് ഐറൺ ഡോമിൻ്റെ വിവിധ ഘടകങ്ങൾ സ്വയം കണക്കുകൂട്ടി പ്രവർത്തിക്കുന്നത്. ഈ ഐറൺ ഡോമിൻ്റെ കണക്കുകൂട്ടലുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ശത്രുഭാഗത്തിൽ നിന്നും വരുന്ന എല്ലാ മിസൈലുകളെയും അഥവാ റോക്കറ്റുകളെയും ഇവ നശിപ്പിക്കാറില്ല. ഇതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. പ്രധാന കാരണമാണ് കോടികളുടെ ചിലവ്. ഇതിനാൽ തൻ്റെ പരിധിയിലേക്ക് വരുന്ന മിസൈൽ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണോ വരുന്നത്, അതോ നഗരപ്രദേശങ്ങളിലേക്കാണോ വരുന്നത്, വിലമതിപ്പുള്ള സ്ഥലങ്ങളിലേക്കാണോ വരുന്നത്, അതോ ജനവാസമില്ലാത്ത ഭൂപ്രദേശത്തിലേക്കാണോ വരുന്നത് എന്ന കണക്കുകൾ മുൻകൂട്ടി തന്നെ കമ്പ്യൂട്ടറുകൾ കൂട്ടിവെക്കും. ജനവാസമില്ലാത്ത മേഖലയോ മിസൈൽ ആക്രമിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥലങ്ങളിലോ പതിക്കുകയാണെങ്കിൽ ഈ റോക്കറ്റുകളെ അതിൻ്റെ പാട്ടിന് വിട്ടേക്കും. നാശനഷ്ടം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന മിസൈലുകളെ മാത്രം ആകാശത്ത് വെച്ച് തകർത്ത് തൻ്റെ ഭൂപ്രദേശങ്ങൾ സംരക്ഷിക്കും. ഇതാണ് ഐറൺ ഡോം. ദിസ് വീഡിയോ സ്പോൺസർഡ് ബൈ ജെൻ റിവ്യൂസ്. ഈ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് സ്റ്റഡി ചെയ്യാം. മൂന്ന് ഘടകങ്ങളാണ് ഞാൻ ഇതിൽ സംസാരിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് റഡാർ സിസ്റ്റം, സെക്കൻഡ് വണ്ണാണ് കമ്പ്യൂട്ടർ സിസ്റ്റം, തേർഡ് വണ്ണാണ് ലോഞ്ചർ, അതായത് മിസൈലിനെ വിക്ഷേപിക്കുന്ന ഘടകം. ഇവിടുന്ന് വരുന്ന ഈ മിസൈലുകളാണ് ഫസ്റ്റ് പാർട്ടിയുടെ മിസൈൽ. ഈ മിസൈലിൻ്റെ ലക്ഷ്യസ്ഥാനമാണ് ഇംഗ്ലീഷിൽ ഈ അക്ഷരം കാണിച്ചിരിക്കുന്ന ഈ ഒരു ലൊക്കേഷൻ, ഇതായത് ഇമ്പാക്റ്റ് പോയിന്റ് എന്നിവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടുന്ന് വിക്ഷേപിക്കപ്പെടുന്ന ഈ മിസൈലുകൾ ഇമ്പാക്റ്റ് പോയിന്റ് എത്തുന്നതിന് മുൻപ് തന്നെ ആകാശത്തിൽ വെച്ച് തന്നെ തകർക്കുന്ന ലക്ഷ്യമാണ് സെക്കൻഡ് പാർട്ടിയുടേത്. ഇതെങ്ങനെയാണ് സാധിപ്പിച്ചെടുക്കേണ്ടത് എന്നതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇവിടെ വിക്ഷേപിക്കപ്പെട്ട മിസൈലുകൾ എ പോയിന്റ് ഇവിടെ ഇംഗ്ലീഷിൽ കാണിച്ചിരിക്കുകയാണ്, എ എന്നൊരു പോയിന്റ് കാണിച്ചിരിക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ റഡാറിൽ ഇൻഫർമേഷൻ വന്നു തുടങ്ങും. ഈ ഭാഗത്തിൽ നിന്നൊരു മിസൈൽ വരുന്നുണ്ട് എന്ന ഇൻഫർമേഷൻ എ എന്ന പോയിന്റിൽ എത്തുമ്പോഴേക്ക് തന്നെ റഡാർ സിഗ്നൽ പിടിച്ചെടുക്കും. ഇങ്ങനെ പിടിച്ചെടുത്ത റഡാർ സിഗ്നൽ അടുത്ത ഘടകമായ കമ്പ്യൂട്ടർ സിസ്റ്റമിലേക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ കമ്പ്യൂട്ടർ സിസ്റ്റമിലേക്ക് ലഭിച്ച ആ ഇൻഫർമേഷൻ കമ്പ്യൂട്ടർ സ്വയമായി തീരുമാനിക്കും എത്ര ദൂരത്തിലാണ് ഈ ഒരു മിസൈൽ ഉള്ളത്, ആ മിസൈൽ വരുന്ന ദിശ ഏതാണ്, എവിടെയാണ് വന്ന് പതിക്കാൻ പോകുന്നത്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, എത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാകും, ഇതൊക്കെ കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടുത്ത ഘടകമായ ലോഞ്ചറിലേക്ക് അയച്ചു കൊടുക്കും. ലോഞ്ചർ ഉടനെ തന്നെ മിസൈൽ വിക്ഷേപിച്ച് സി എന്ന പോയിന്റിലേക്ക് ഫസ്റ്റ് പാർട്ടിയുടെ മിസൈൽ എത്തുമ്പോഴേക്കും തകർക്കപ്പെടും. കാരണം ഇവിടുന്ന് വരുന്ന ലോഞ്ച് ചെയ്ത ഈ ഒരു മിസൈൽ ഉണ്ടല്ലോ, ആ മിസൈൽ ഫസ്റ്റ് പാർട്ടിയുടെ മിസൈലിനെ തകർത്തിയിടും. ഇതിനെയാണ് ഇന്റർസെപ്റ്റ് പോയിന്റ് അഥവാ ഇന്റർസെപ്റ്റ് സോൺ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ലക്ഷ്യത്തിൽ എത്തുമ്പോഴേക്ക് തന്നെ ഈ മിസൈലിനെ തകർത്തിട്ടുണ്ടാവും. അപ്പോഴേ ഫസ്റ്റ് പാർട്ടിയുടെ മിസൈൽ ഇവിടെ പതിക്കില്ല. ഇതുപോലത്തെ ദൗത്യം വഹിക്കുന്ന സിസ്റ്റമാണ് ഐറൺ ഡോം.